ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചക്ക വെച്ചിട്ടൊരു അടയാണ്. അതിനായി വേണ്ടത് ഇപ്പോൾ വരിക്കച്ചക്കയാണ് എനിക്ക് കിട്ടിയത്. അതിലൊരു 10 ചുള ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അതിനായി കുറച്ച് ഏലക്കായും എടുത്തിട്ടുണ്ട്. രണ്ടും കൂടി ഞാൻ അതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനായി വേണ്ടത് ഞാൻ റവയും മൈദയും ഇട്ടാണ് ഇതുണ്ടാക്കുന്നത്, അടയുണ്ടാക്കുന്നത്. അതിനായി ഞാൻ ഒരു ഗ്ലാസ്സിൽ ഒരു അര ഗ്ലാസ് റവയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. ഇനി ഞാൻ ഇതിന് ശർക്കര ഒരു 100 ഗ്രാം ശർക്കര വരും, അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതിന് ഞാൻ ഇവിടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് അര ഗ്ലാസ്സിന് മൈദയും കൂടെ എടുത്തിട്ടുണ്ട്. അതുകൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. 2 പിടി തേങ്ങ ചിരുകി വെച്ചിട്ടുണ്ട്. 2 പിടി ഇല്ല, കുറച്ച് ഉള്ളൂ. അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അരയ്ക്കണ്ട. തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ ഒരു അരവ് മതി. തേങ്ങ നല്ലതരയില്ല. പിന്നെ നമുക്ക് ഇത് ആവിയിൽ വെച്ചിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. അതിനായി ഇനി ഒരു ഇഡ്ഡലി പാത്രം എടുക്കാം. അതിനായി ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ആവി കയറ്റാൻ. അതിനായി നമുക്കിപ്പോൾ കത്തിച്ച് കൊടുക്കാം. വെള്ളം ഒന്ന് ചൂടായി വരട്ടെ. ഒരു സ്റ്റീമർ അകത്ത് വെച്ച് കൊടുക്കാം. ഒരു കേക്കിൻ്റെ മോഡലാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. കേക്കല്ല, എന്നാലും നമുക്ക് പാത്രത്തിൽ വെച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്, ആവി കയറ്റി എടുക്കുന്നത്. ഇവിടെ ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കുക. നെയ്യ് ഇല്ലെങ്കിൽ എണ്ണയായാലും മതി. എല്ലാ സൈഡും നന്നായിട്ട് തടവി കൊടുക്കുക. നന്നായിട്ട് തടവിച്ചതിന് ശേഷം ഇത് ഇച്ചിരി കട്ടിയാണ്. നമ്മളിതിൽ വെള്ളമോ അങ്ങനെ ഒന്നും ഒഴിക്കുന്നില്ലല്ലോ. ചക്കയുടെ ആ ഒരു വെള്ളം മാത്രമാണ് ഉള്ളത്, അല്ലാതെ ഒന്നും ഒഴിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി കട്ടിയായിട്ടിരിക്കും. നമുക്കതിലേക്ക് ഇത് കോരി ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഇതായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് നിരത്തി കൊടുക്കാം. ഒന്ന് നിരത്തി വെച്ചതിന് ശേഷം നമുക്ക് അല്ലാതെ ഇഡ്ഡലി തട്ട് വെച്ചിട്ട് ഇഡ്ഡലിയുടെ ഇഡ്ഡലി അവിക്കും പോലെ തന്നെ അങ്ങനെയും അവിച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഇതിപ്പോൾ ഞാൻ ഇഡ്ഡലിയുടെ തട്ട് വയ്ക്കാതെ ഇങ്ങനെ അവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിത് ഉണ്ടാക്കി നോക്കി, അപ്പോഴും നല്ല ടേസ്റ്റിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കൂടെ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്.
എന്ന് വിചാരിച്ചിട്ട് കാണിക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയുള്ള ഒരു പലഹാരമാണ്. 4 മണിക്കൊക്കെ ചായയുടെ കൂടെ കഴിക്കാവുന്ന ഒരു പലഹാരമാണ്. ഇനി നമുക്കിതിനെ ഇഡ്ഡലി പാത്രത്തിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ആവിയിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. ഇനി ഒരു 10 മുതൽ 15-20 മിനിറ്റിനകം ഇത് വേവും. ഇത് റവ ആയതുകൊണ്ടാണ്. എന്നാലും ഒരു 10-15 മിനിറ്റ് മതി. 10 മിനിറ്റാണ് ഇതിൻ്റെ കറക്റ്റ് ടൈം. പിന്നെ നമുക്ക് വേവോ ഇല്ലേ എന്നുള്ളത് നോക്കിയിട്ട് ഒരു 10 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. വെന്തില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ വയ്ക്കാം. 15 മിനിറ്റ് മതി. ഇത് എന്താണെന്ന് നോക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുത്തി നോക്കാം. വെന്തിട്ടുണ്ട്. വെന്ത് കേട്ടോ, അതിലൊന്നും ഒട്ടിയിട്ടില്ല. വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് തണുത്തിട്ട് എടുക്കാം, കട്ട് ചെയ്യാം. നമുക്കിത് പ്ലേറ്റിൽ കമത്തിയിട്ട് തിരിച്ച് കമത്തി കൊടുക്കാം. കേട്ടോ, നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. തിരിച്ചിട്ടിട്ട് കട്ട് ചെയ്യാം. ചൂടാറിയിട്ടില്ല, നല്ല ചൂടാറി വന്നാൽ നല്ല, പക്ഷെ ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല പഞ്ഞി പോലെ നല്ല ടേസ്റ്റിയുള്ള അപ്പമാണ്. നമുക്കത് കത്തി വെച്ചിട്ട് നന്നായിട്ട് മുറിച്ചെടുക്കാം. നന്നായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് കട്ട് ചെയ്ത് വയ്ക്കാം. നല്ല ടേസ്റ്റിയാണ്. നമുക്കൊക്കെ നല്ല ഇഷ്ടമുള്ള ഒരു പലഹാരമാണിത്. പിന്നെ നമ്മളിതിൽ നെയ്യ് ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്തിക്കൂടെ ഒരു ടേസ്റ്റ്, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിപ്പോൾ നെയ്യില്ല, നമ്മൾ അതിനകത്ത് തടവിയതിൻ്റെ ആ ഒരു നെയ്യിന് ഒരു ചവയുണ്ട്, നല്ല രുചിയാണത്. അങ്ങനെയുള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യുക, കൊള്ളാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഞാൻ നല്ല വീഡിയോസുകളുമായിട്ട് ഇനിയും വരുന്നതാണ്. വേണ്ടോ, എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.